തമിഴ് കോമഡി പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. വൈഭവ് റെഡ്ഡിയുടെ ചെന്നൈ സിറ്റി ഗ്യാങ്സ്റ്റേഴ്സ് സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഒരു ബാങ്ക് റോബറി ബേസ്ഡ് പടം അല്ലെങ്കിൽ ഹൈസ്റ്റ് പടം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞ ഒരു കൊമാളി പടം എന്നാണ് തോന്നുക. ഈ യൂഷ്വൽ എല്ലാ തമിഴ് പടത്തിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. അന്റാർട്ടിക്കയിലും അമേരിക്കയിലും പോയി പഠിച്ചു വന്ന വലിയ പൈസക്കാരിയായ ഭംഗിയുള്ള നായിക കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഇന്ത്യയിലോട്ട് വരുന്നു. ആൻഡ് കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കഞ്ചാവ് വിറ്റ് നടക്കണ, പെണ്ണ് പിടിക്കണ, കള്ള് കുടിക്കണ, കഞ്ചാവ് വലിക്കുന്ന ഒരുത്തനെ. ആൻഡ് അതിന് അവർക്കൊരു റീസൺ വരെ ഉണ്ടാവും. നീ ചെറുപ്പത്തിലെ പൊറുക്കിയായിരുന്നു, എനിക്ക് നീ മാങ്ങ വലിച്ചു തന്നിട്ടുണ്ട്, എന്നെ കടിക്കാൻ വന്ന ഉറുമ്പിനെ നീ തിരിച്ചു കടിച്ചിട്ടുണ്ട്. ഇതിലാണ് വെച്ചാൽ ഫ്രാൻസിൽ നിന്ന് വരുന്ന നായികയാണ്. ഇങ്ങനത്തെ ഓരോ ഊച്ചാളി റീസൺസ് ഒക്കെയാണ് പറയുന്നത്. വൈഭവ് റെഡ്ഡിയുടെ പടത്തിൽ നിന്ന് നമ്മൾ വലിയ സാധനങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങേര് ഒരു മൾട്ടി മില്യണയർ റോൾ ഒന്നും ചെയ്യൂല. യൂഷ്വൽ ലോക്കൽ റോൾസ് തന്നെയാണ്. കുറച്ച് കോമാളിത്തരം, കുറച്ച് റൊമാൻസ്, അതേപോലത്തെ കുറച്ച് പാട്ട്, ഡാൻസ്, ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബഞ്ച് ഓഫ് ഫൂൾസ് അല്ലെങ്കിൽ ബഫൂൺസ് എന്ന് പറയാം, അവരെ എടുത്തിട്ട് വെറുപ്പിക്കൽ അല്ലെങ്കിൽ കോമാളിത്തരത്തിന്റെ എക്സ്ട്രീം ലെവൽ അവർ കാണിച്ചിട്ടുണ്ട്. അൺബെയറബിൾ പടം. സോ വൈഭവ് റെഡ്ഡിയുടെ സിനിമകളിൽ നമ്മൾ നോക്കി വെച്ചാൽ ബൈ വൺ ഗെറ്റ് വൺ പോലെ ആളുടെ ബ്രദറും കൂടി ഉണ്ടാവും. ഈ പടത്തിലും അതൊക്കെയുണ്ട്. സോ ഈ സിനിമയിൽ കോമഡി പറഞ്ഞിട്ട് അവർ കാണിക്കുന്നത് ഈ ബഞ്ച് ഓഫ് ഫൂൾസിനെ അതിലും വലിയ മണ്ടന്മാരാണ് കാണിക്കാൻ വേണ്ടിട്ട് റാറ്റ് പോയിസൺ മേടിച്ചിട്ട് വരാൻ പറഞ്ഞ കഫ് സിറപ്പ് മേടിച്ചിട്ട് വരും. അതേപോലെ തന്നെ വന്നിട്ട് ഇതിൽ നായികയുടെ കോമഡിയുടെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഞാൻ ചാടിച്ചാവാ, നാളെ പാൽക്കാരൻ, പോലീസുകാരല്ല പാൽക്കാരൻ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാല് തട്ടി വീണതാണ് നീ പറഞ്ഞാൽ മതി. ഫ്രാൻസിൽ പഠിച്ചു വന്ന കൊച്ചാണ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫ്രാൻസിൽ ചിലപ്പോൾ തൂപ്പായിരിക്കും പണി. ഈ ബഞ്ച് ഓഫ് ഫൂൾസ് പറയണല്ല ആദ്യം നമ്മുടെ മൊട്ട രാജേന്ദ്രനെ എടുത്ത് പറയണം. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് അങ്ങേര് എന്ത് കോമാളിത്തരമാണ് കാണിക്കുന്നത്, അത് തന്നെയാണ് ഈ സിനിമയിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലും ഭേദം അങ്ങേര തല്ലുള്ളി വില്ലൻ റോൾ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ കിങ്സ്ലി കീ പീ എന്ന എലി കരയുന്ന സൗണ്ട് ഒന്നോ രണ്ടോ പടത്തിൽ ഇട്ടിട്ട് അത് ഹിറ്റായി വരാൻ ത്രൂ ഔട്ട് എല്ലാ സിനിമയിലും അങ്ങേരെ അത് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ പൃഥ്വിരാജിന്റെ കൊടൂര വില്ലൻ ആയിക്കഴിഞ്ഞാൽ ആനന്ദ് രാജ് ഉണ്ട്. അത് അടുത്തൊരു കോമാളിനെ പറയാൻ പറ്റുള്ളൂ. ഇങ്ങേര് ഒരു 5-10 കൊല്ലമായിട്ട് എന്താ ചെയ്യുന്നത് അത് തന്നെയാണ് ഈ സിനിമയിലും ചെയ്തു വെച്ചിരിക്കുന്നത്. പണ്ടൊക്കെ എനിക്ക് സത്യം സിനിമ കണ്ടപ്പോൾ ഇങ്ങേരെ കണ്ട് പേടിയായിട്ട്, ഇപ്പൊ ചിരിയാണ് വരുന്നത്. സോ അതിൽ നമ്മുടെ വൈഭവ് റെഡ്ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, അൺബിയറബിൾ സിറ്റുവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പടം ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് മൊട്ട രാജേന്ദ്രന്റെ മറവി ബാങ്കിൽ കയറിയ ബേക്കറി ആയിട്ട് തോന്നും. അതേപോലെ തന്നെ ആനന്ദ് രാജിന് പോലീസിന്റെ ആ സൈറൻ കേട്ട് കഴിഞ്ഞു വെച്ചാൽ ഇങ്ങേര് പോലീസാണെന്ന് ഇങ്ങേർക്ക് തോന്നും. അതിന്റെ ഇടയിൽ ചെവി കേൾക്കാത്ത ഒരാള് ഈ മറ്റേ വൈഭവ് റെഡ്ഡിയുടെ ബ്രദറാണ് ചെവി നേരെ കള്ളുകൂടി. ഇതൊക്കെ കോമഡി ആക്കാൻ വേണ്ടി കുറെ കോമാളിത്തരമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറയില്ല, പെരിസ് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അതിലും വൈഭവ് റെഡ്ഡിയും ആളുടെ ബ്രദർ തന്നെ ആയിരുന്നു. നല്ല യുണീക്ക് ആയിട്ടൊരു കൺസെപ്റ്റ് ആയിരുന്നു, കിടിലായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഭയങ്കര എക്സ്പെക്ടേഷനിൽ കണ്ട ഒരു പടമാണ്. എനിക്ക് ഒട്ടും വർക്ക് ആവാത്ത ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഈ മറ്റേ നായിക തന്നെ അയിലേറെ വെറുപ്പിക്കലായിരുന്നു. പിന്നെയും ഈ ചളി പറഞ്ഞിട്ട് 1-2 കോമഡി ഉള്ളതുകൊണ്ട് ചുമ്മാ കണ്ടിരിക്കുക. ഏകദേശം 2 മണിക്കൂറോളം ഉണ്ട്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. എനിക്കൊരു അൺബിയറബിൾ പടമായിട്ടാണ് തോന്നിയത്. ചിലവർക്ക് ഇത് വൻ കിടിലൻ പടം, ചിരിച്ച് മണ്ണ് കപ്പണ പടമായിട്ടൊക്കെ തോന്നും. സോ കണ്ടു നോക്കുക, ട്രൈ ഇറ്റ് ഔട്ട്.